അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അക്ഷയയിലേക്കാണ്. അക്ഷയും അരുണും എവിടെയൊക്കെയോ തേരാപ്പാര കറങ്ങി അക്ഷയും ബാനു നേരത്തെ അക്ഷയും ബാനും എവിടെയോ തേരാപ്പാര കറങ്ങി നടപ്പുണ്ട്. അതെവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി തിരക്കുന്നത്. ഒന്നാമത്തെ വേദിയുടെ ഏതോ മുക്കുമൂലയിൽ അക്ഷയ ബാനു കേൾക്കാമെങ്കിൽ ഒന്നാമത്തെ വേദിയിൽ ഇപ്പോൾ 3:20 എപ്പോഴത്തേക്ക് തുടങ്ങാൻ പറ്റും നമുക്ക് ഈ പരിപാടി? ലാലേട്ടൻ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഒന്നാമത്തെ വേദിയിലാണുള്ളത്. ഈ വേദിയുടെ വൈബ് പിടിച്ച് ഈ പാട്ടിലൊക്കെ ഇങ്ങനെ താളം വെച്ച് ആ യുവജനോത്സവത്തിലെ വേദിയിലുള്ള പഴയ കുട്ടികളായി മാറിയിരിക്കുകയാണ് ഞാനും ബാനുവും. എന്തായാലും കപ്പ് കണ്ണൂരടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കണ്ണൂരിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എന്റെ അക്ഷയുടെ വക തുടങ്ങോ. ഞാള് കൊണ്ടോണിട്ട ഈ സ്വർണ്ണ കപ്പ് കൊണ്ടോണിട്ട ഈ ഔവ കണ്ണൂർ ഈ ഔവ കണ്ണൂർ ഈ ഔവ കണ്ണൂർ. എന്തായാലും സമാപന സമ്മേളനം കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് പ്രസ് മീറ്റ് നടത്തിയ വി ശിവൻകുട്ടി പറഞ്ഞത്. കൃത്യം 4 മണിക്ക് തന്നെ സമാപന സമ്മേളനം ആരംഭിക്കും. മോഹൻലാൽ എന്തായാലും എത്തും. ഈ കാഴ്ചക്കാരുടെ ഈ കാടുകളുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും. മോഹൻലാലിലേക്ക് കണ്ടുപിടിക്കുക. അതെ, അതാണ് ഞങ്ങളുടെ വെല്ലുവിളി. ഈ കൂട്ടത്തിൽ കണ്ടുപിടിക്കാനാവുമെങ്കിൽ ഞങ്ങളെ കണ്ടുപിടിക്കുക. ഞങ്ങൾ ഇങ്ങനെ അടുത്ത പരിപാടികളൊക്കെ പിടിച്ച് മോഹൻലാലിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാന വേദിയില് ഒരു ജനസാഗരം തന്നെയാണുള്ളത്. മറ്റൊന്നും തന്നെ കാണാൻ കഴിയില്ല. അതായത് ഇതാണ് നിലവിലെ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ ഒരു കയറ് കെട്ടി ഇപ്പൊ തടയുന്നുണ്ട്. കാരണം ഉടൻ തന്നെ മിക്കവാറും മോഹൻലാൽ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ആൾക്കാരുടെ തന്നെ ഒന്ന് ചോദിക്കാം. മോനെ, ലാലേട്ടനെ കാണാൻ വന്നാണോ? കാണാൻ പറ്റുമോ? അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? അറിയത്തില്ല. ലാലേട്ടനെ കാണാൻ വന്നാണോ? അതെ 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 അതെ. കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ ഫാനാണോ? ഒരു പാട്ട് പാടാൻ പാടുവോ? പാട്ട് അതൊന്നും അറിയത്തില്ല. ഒരു ലാലേട്ടന്റെ പാട്ട് ലാലേട്ടന്റെ പാട്ട് സവാരി ഗിരിഗിരി. ചേട്ടനെ കണ്ടാലറിയാലോ ലാലേട്ടന്റെ ഫാനാണെന്ന്. ലാലേട്ടന്റെ ഫാനാണ്. ഒരു പാട്ട് പാടോ? പാട്ടില്ല. ലാലേട്ടനെ കാണാൻ എക്സൈറ്റഡ് ആണോ? പാട്ടറിയത്തില്ല. ലാലേട്ടനെ കാണാൻ വന്നാണോ? Yes. എക്സൈറ്റഡ് ആണോ? I am. I don't think I will be able to see. ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ. ഞങ്ങളും തന്നെയാണ്. ഞാനും ഒരു ലാലേട്ടൻ ഫാനാണ്. എന്താ ബാനു, ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടനെ കാണാൻ കിട്ടിയാൽ ലാലേട്ടൻ കണ്ടാ മതി. ലാലേട്ടൻ ഫാനാണ്. എന്നാ ലാലേട്ടന്റെ ഒരു ഡയലോഗ് ലാലേട്ടന്റെ ഡയലോഗ് സവാരി ഗിരിഗിരി മതിയോ? ഇപ്പൊ തൽക്കാലം എന്തായാലും ഞങ്ങള് ലാലേട്ടനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ കാണുന്ന ജനങ്ങളെല്ലാം ലാലേട്ടനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. 4 മണിയോടെ തന്നെ എന്തായാലും സമാപന സമ്മേളനം ആരംഭിക്കും. പ്രധാന വേദിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ചേട്ടാ, ലാലേട്ടനെ കാണാൻ വന്നതാണോ? ലാലേട്ടൻ ഫാനാണോ? അതെ, ഫാൻ. തലമുറകളിലേക്ക് ലാലേട്ടൻ അങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കരുത്. ചെറിയ പിള്ളേർ വരെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾ ലാലേട്ടനെ കാണാൻ വന്നാണ്. ലാലേട്ടൻ എന്തായാലും ഉടൻ എത്തുമെന്നാണ് അതിന്റെ പ്രതീക്ഷ. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഒരു വടം കെട്ടിയിട്ടുണ്ട്. ഇപ്പോ തിരക്ക് ക്രമീകരിക്കുന്നുണ്ട് പോലീസുകാർ. എന്തായാലും ഇതാണ് പ്രധാന വേദിയിലെ കാഴ്ച. ജിൽസി സൈഫു. അങ്ങനെ പ്രധാന വേദിയിലെ കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയത് ലാലേട്ടനെ കാണാൻ വന്ന ഒരുപാട് പേരുണ്ടല്ലോ. ലാലേട്ടൻ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. കണ്ടാ മതി. അഥവാ കാണാൻ കഴിഞ്ഞില്ലേ തൽക്കാലം എന്നെ കാണാൻ. ഈ ചെരിവൊക്കെ ഇതൊക്കെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ അടയാളവും ഓർമ്മയുമായ ശില്പം. നമ്മൾ വന്ന അന്ന് മുതൽ ഇതിനോട് എന്തോ ഒരു ഇമ്പം ഉണ്ടായിരുന്നില്ലേ? ഇന്നുകൂടെ കാണാൻ കഴിയുള്ളൂ. സെൽഫി പോയിന്റ് ഇതിന്റെ അടുത്ത് വന്നവരെല്ലാവരും സെൽഫി എടുത്ത ഒരു പോയിന്റ് കൂടിയാണ്. പിന്നെ ഈ വടം ലാലേട്ടനെ കാണാൻ ഇവിടേക്ക് നിൽക്കേണ്ട ഒരു വടമാണ്. അവിടെ പിടിച്ചു നിർത്തി ഇത് കാണുന്നത് അങ്ങോട്ട് പോകണ്ടെന്നാ പറയുന്നത്. അപ്പൊ നോക്കൂ, ആളുകളുടെ ഒഴുക്ക് നോക്കൂ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമാപന വേദിയിലേക്കുള്ള ഒരു ഒഴുക്കാണ് ഈ കാണുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു കലോത്സവം പരിപാടികളൊക്കെ കാണാൻ ആളുകൾ എത്തിയത്, അതേപോലെ തന്നെയുള്ള ഒരു ഒഴുക്ക് നമുക്കിതാ ഇപ്പൊ ഈ സമാപന ദിവസം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ്. അപ്പൊ ഒന്നാമത്തെ വേദിയിൽ ഉദ്ഘാടനം നടന്നത് മുതൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടം അതിന്റെ ഇരട്ടിയാകും അല്പസമയത്തിനകം സമാപനമാകുമ്പോഴേക്കും. കാരണം അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഇതുവരെ ഈ പൂരത്തിൽ അലിയാൻ കഴിയാത്തവരൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പലതും കാണേണ്ടി വരും. പല